ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 74-75 ദിവസങ്ങളുടെ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് 75 ദിവസങ്ങളായി ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി 25 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് വേ അല്ലേ. ഈ ബിഗ് ബോസ് സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളിങ്ങനെ ഒരു അനാലിസിസ് വീഡിയോ ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഇത്രയും എത്തിച്ചേരും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇതിന് ഒരുപാട് ആളുകൾ ഇപ്പോൾ കമൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്തും പല കാര്യങ്ങളായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ എപ്പിസോഡ് കാണാതെ ഈ റിവ്യൂ കാണുന്നു, അനാലിസിസ് കാണുന്നു എന്നൊക്കെയുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ, നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളെ ബഹുമാനിക്കുന്നു എന്നറിയുമ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഒരു 25 ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് അനാലിസിസ് പരിപാടി നിർത്തുകയാണ്. എന്തായാലും അതിന് ശേഷം ഇവരൊക്കെ പല ഇൻ്റർവ്യൂകളിലായി ഓടി നടന്ന് പറയാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വൈറലാവാൻ സാധ്യതയുള്ളതൊക്കെ വളരെ ഡേർട്ടി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതൊന്നും കയറി പിടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെ നമ്മളൊരു ഗെയിമായി കണ്ടിട്ടാണ് അനാലിസിസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഗെയിം അവസാനിക്കുമ്പോൾ നമ്മൾ ആ പരിപാടി നിർത്താം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്നിരുന്നാലും ആ അനാലിസിസ് സീരീസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ കൂടിയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരോട് ഇപ്പം നമ്മൾ മെയിൻ ചാനലിൽ ഒരു Q&A ചെയ്യുന്നുണ്ട്. ഉണ്ണി വ്ളോഗ് സിനി ഫയൽ എന്ന് പറയുന്ന ചാനൽ 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. അതുകൊണ്ട് നമ്മളൊരു Q&A കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ അവിടെയും ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഈ ചാനലിൽ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മെയിൻ ചാനലിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളെ കൂടാതെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോഴൊക്കെ ഈ ബിഗ് ബോസ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചോദിക്കാൻ തോന്നിയിട്ടുണ്ടാവുമല്ലോ. നമുക്കൊരു കാഷ്വൽ ചിറ്റ്ചാറ്റ് പോലെ ബിഗ് ബോസ് അനാലിസിസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഈ ഗെയിമിലെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു രീതിയിലൊരു ചിറ്റ്ചാറ്റ് പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്ന ബിഗ് ബോസ് അനാലിസിസ് സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെയും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ആൻഡ് ഈ 25 ദിവസം കഴിയുമ്പോൾ, ബിഗ് ബോസ് സീസൺ അവസാനിച്ച് കഴിയുമ്പോൾ ഏത് തരം കോണ്ടൻ്റ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് അനാലിസിസ് കണ്ടിട്ട് ഈ ചാനലിൻ്റെ ഒപ്പം കയറിയിട്ടുള്ള ആളുകളോട് ചോദിക്കുന്നത്, ഏത് തരം കണ്ടൻ്റ് ആണ് ഇനി തുടർന്ന് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള സജഷൻ കൂടി തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. റിയൽ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ചാനലിൽ തുടർന്ന് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ആ കണ്ടൻറ്റ്സ് ഓൾറെഡി എന്തായാലും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ എന്ത് തരം കോണ്ടൻ്റ് ആണ് നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 74-75 ദിവസങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഏഷ്യാനെറ്റ് അടക്കമുള്ള ബിഗ് ബോസിൻ്റെ മറ്റ് റിലേറ്റഡ് കണ്ടൻറ്റുകളുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ ഇടയ്ക്കും തലയ്ക്കും ശ്രദ്ധിക്കുന്ന സമയത്ത് ഷാനവാസ് മൊത്തത്തിൽ അങ്ങ് മാറി. ഷാനവാസ് അങ്ങ് നന്നായി. ലാലേട്ടൻ വന്ന് ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തൊരു നല്ല മനുഷ്യനായി ഷാനവാസ് മറ്റേ ബിഗ് ബ്രദർ സിനിമയിൽ ലാലേട്ടൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തൊരു സുന്ദരനാ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് പോലെ അത്രയും നിഷ്കളങ്കമായി ഷാനവാസിനെ പൊക്കിയടിക്കുന്ന ഫാൻസിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഷാനവാസ് നന്നാവുകയാണോ ചെയ്തത്, അതോ അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന ആ ഗെയിം പ്ലാനിൻ്റെ കുറച്ചും കൂടി ക്രൂക്കഡായിട്ടുള്ളൊരു വേർഷൻ നമ്മൾ കാണുകയാണോ ചെയ്യുന്നത്? എനിക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യാൻ തോന്നുന്നത്. ഈ മാറ്റം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, എടുത്ത വായിക്ക് നിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, തന്തേടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വളരെ മോശമായി എടി ബോഡി എന്നൊക്കെ വിളിച്ച് ബഹളം വെച്ച് അറപ്പിക്കുന്ന ആ പരിപാടിയിൽ ഷാനവാസ് ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഗെയിം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അയാൾ ആദിലെയും നൂറയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് തൻ്റെ ഒപ്പം നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദിലെ നൂറ ഇപ്പോൾ എന്താണ്, അവർ ഒറ്റയ്ക്ക് ഇവർ രണ്ടുപേരും മാറിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഷാനവാസ്കെ നമ്മളങ്ങനെ വിശ്വസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിങ് നമ്മളിങ്ങനെ കളിക്കണം, ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് ബേബി, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ കളിച്ചൂടെ ബേബി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബേബി വിളി മാത്രമായിട്ട് ഇവരുടെ ചർച്ചകൾ മാറുകയും ഷാനവാസിൻ്റെയോ അനുമോളുടെയോ അടുത്തേക്ക് എത്തുമ്പോൾ ഇവർ വീണ്ടും പഴയ അബദ്ധങ്ങൾ കൂടുതൽ ശക്തമായി കാണിക്കുന്നതുമാണ് നമ്മൾ തുടരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മെയിൽ ഷോവനിസ്റ്റ് എന്നൊരു വാക്ക് അവരിടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മണിച്ചിത്രത്താഴിൽ സുധീഷ് കിണ്ടി എന്ന് പറയുമ്പോൾ വിളി കേൾക്കുന്ന പോലെ ഷാനവാസ് അത് ഇടയ്ക്കിടയ്ക്ക് കൊള്ളുന്നുണ്ട്. പക്ഷേ ആ വിളി അല്ലെങ്കിൽ ആ ഒരു പറച്ചിലിനപ്പുറത്തേക്ക് അവരുടെ രണ്ടുപേരുടെയും ഗെയിമിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അവർ വീണ്ടും ഷാനവാസ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, ഷാനവാസിൻ്റെ കണ്ണൊന്ന് കലങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വീണുപോകും. നമ്മുടെ നെവിൻ ഈ സീക്രട്ട് ടാസ്ക് കഴിയുന്ന സമയത്ത് ആദിലെയും നൂറയും ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ വെണ്ണീല കൊമ്പിലെ രാപ്പാടി പാട്ട് പാടുന്നുണ്ട്. അത് അവർ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ള സൂചനയാണത്. പക്ഷേ ഷാനവാസ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഷാനവാസ് എല്ലാത്തിനെയും വീണ്ടും വളരെ പേഴ്സണലായിട്ടാണ് കാണുന്നത്. അനുമോളുടെ അടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ആദില ഭയങ്കര മോശമാണ്, ആദില പിന്നീന്ന് കുത്തി, ആദില അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെ ആദിലയുടെ കുറ്റം പറയാനാണ് ഇയാൾ കൂടുതൽ സമയവും ഇയാളെ കറിവേപ്പിലയാക്കി എടുത്ത് കളഞ്ഞു ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ നോക്കൂ, അതൊരു ഫേക്ക് എവിക്ഷനാണ്, ഫേക്ക് മിഡ് വീക്ക് എവിക്ഷനാണ്. ആ എവിക്ഷനിൽ ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ഷാനവാസിന് ചിന്തിക്കാനില്ലായിരുന്നു ആദില എന്നുള്ള പേര് പറയാൻ. അത് പേഴ്സണലായതുകൊണ്ടാണ്. ശരിക്കും ആ സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോൾ
അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ പുറത്താക്കാനുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ മുമ്പിലെ ഈസി ടാർഗറ്റ് എന്ന് പറയുന്നത് അനുമോളായിരുന്നു. അനുമോളാണ് ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ആരെയും കൺവിൻസ് ചെയ്യാൻ നിൽക്കണ്ട, ചുമ്മാ ഇരുന്നാൽ മതി, അനുമോൾ എവിക്റ്റ് ആയി പോയേനെ. അനീഷിൻ്റെ പേര് പുള്ളി സെലക്ട് ചെയ്തു നോക്കൂ, അനീഷും വളരെ ഈസി ആയിട്ട് എവിക്റ്റ് ആയി പോയേനെ. പക്ഷേ പുള്ളി നേരെ സെലക്ട് ചെയ്തത് ആദിലയാണ്. ഇനി അഥവാ ഈ ടാസ്കിനെ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നെങ്കിൽ അയാൾക്ക് നെവിനെ ചൂസ് ചെയ്യാമായിരുന്നു, അപ്പോഴും ഇത് കുറച്ചും കൂടി രസകരമായ ഒരു പരിപാടിയായിട്ട് മാറിയേനെ. പക്ഷേ ആദില എന്ന് പറയുന്നത് വൺ ഓഫ് ദി ടഫസ്റ്റ് ചോയ്സ് ആയിരുന്നു. കാരണം ആര്യനൊക്കെ ഇരുന്ന് വാദിക്കുന്നത് ആദില നല്ല പ്ലെയറാണ്, അവളെ ഇപ്പോൾ പുറത്താക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അതും നോമിനേറ്റ് ചെയ്തതിന് ശേഷവും അയാളത് പ്രകടിപ്പിക്കുന്നുണ്ട്. ആര്യൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അക്ബറിനും നെവിനും ഒക്കെ ഈ സംശയം വരുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് അനുമോളെ സെലക്ട് ചെയ്തില്ല? ഈ ചോദ്യങ്ങളൊക്കെ ഇവർ ചോദിക്കുമ്പോൾ ഷാനവാസിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പുള്ളിയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ഗ്രഡ്ജൊക്കെ വെച്ചുകൊണ്ട് ആദിലെ ചൂസ് ചെയ്തു, അവളെ ഒന്ന് പേടിപ്പിക്കണം. ആ ഉദ്ദേശം ഉള്ളിലുള്ളതുകൊണ്ടാണ് ഈ നോമിനേഷൻ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആര്യനെ അക്ബറിനെയൊക്കെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് പുള്ളി കൺവിൻസ് ചെയ്തിട്ടുണ്ട്, ലക്ഷ്മീനെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഭയങ്കര രസമാണ്. കാരണം ആദിലെ ചൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയെ ചിലപ്പോൾ ചൂസ് ചെയ്യേണ്ടി വന്നേനെ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ കൺവിൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ നോമിനേഷനുള്ള റീസൺ പറയുന്ന സമയത്ത് ഷാനവാസ് അയാളുടെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും എണ്ണിപ്പെറുക്കി പറയുമായിരുന്നു. അതിൽ നൂറ ചായ ഇട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാളെ ജയിൽ നോമിനേറ്റ് ചെയ്ത കാര്യം അടക്കം അയാൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഇതൊക്കെ ഒന്ന് ന്യായീകരിക്കുക, അതിൻ്റെ കൂടെ ആദിലയോട് പറയാനുള്ള മുഴുവൻ കുറ്റങ്ങളും ആദിലയോട് പറയുക, പ്രകടിപ്പിക്കുക. ആ ഗ്രഡ്ജ് അയാൾ തീർക്കുന്നു. അതുമാത്രമല്ല ബാക്കിയുള്ളവരും ആദിലയെ നോമിനേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ളതും ആദില കേൾക്കുകയാണല്ലോ. അങ്ങനെ ഒരു പ്രതികാരം തീർക്കുക എന്ന് പറയുന്ന ഒരു പ്രതികാര ദുർഗയുടെ ഒരു വിളയാട്ടമായിരുന്നു നമ്മൾ ഷാനവാസിൻ്റെ മുഖഭാവങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരുന്നത്. ഷാനവാസ് കൈയടിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഈ നോമിനേഷൻ്റെ സമയത്ത്. അത് പുറത്തുനിന്ന് വന്ന അനിയത്തിക്കുട്ടികളുടെ അടുത്ത് പുള്ളി പറയുന്നത് കൈയടിച്ചത് ഇത് നിങ്ങൾക്ക് വിയേഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. പക്ഷേ ആ കൈയടിയൊക്കെ ഉള്ളിൽ നിന്ന് വന്നതാണെന്നുള്ളത് ആ സമയത്തെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഷാനവാസ് ഈ കൈയടിക്കൽ പരിപാടി ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. അല്ലാതെ അനിയത്തി കുട്ടികൾക്ക് ക്ലൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന കൈയടിയൊന്നും അല്ലത്. മാത്രമല്ല മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ഷാനവാസിനെ ട്രിഗർ ചെയ്യുന്നൊരു പരിപാടിയാണ് പുള്ളിയെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിപ്പോൾ ജയിലിലേക്കായാലും വീക്കിലി നോമിനേഷൻ പരിപാടിയാണെങ്കിലും ഇതൊന്നും ഷാനവാസിന് സഹിക്കാൻ പറ്റില്ല. ആരൊക്കെ ആയിരിക്കും എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ച് അവർക്കെതിരെ പ്രതികാര ബുദ്ധിയോടുകൂടി നടപടികൾ എടുത്തുകൊണ്ട് അവരെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അത് ഉള്ളിൽ വെച്ച് എത്ര ആഴ്ചകൾ വേണമെങ്കിലും അവരെ ആക്രമിക്കത്തക്ക രീതിയിൽ അങ്ങനെ പ്ലാൻഡായിട്ട് ആക്രമണം അഴിച്ചുവിടുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഒട്ടുമേ ഗെയിം സ്പിരിറ്റ് ഇല്ലാതെ ഈ നോമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ നോക്കി കാണുന്ന ഒരാളാണ് ഷാനവാസ് എന്ന് പറയുന്നത്. ആദിലയും നൂറയും അവർക്ക് അവസരം കിട്ടിയ സമയത്ത് ഷാനവാസിനെ തുറന്ന് കാണിച്ചിട്ടുണ്ട്. ഷാനവാസ് ആദിലയെ നോമിനേറ്റ് ചെയ്തു, എന്നാൽ പിന്നെ ഞാനും വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മെയിൽ ഷോവനിസ്റ്റ് ആണെങ്കിലും ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആദില പറയുന്നുണ്ട്. അതെന്ത് തരം നല്ല മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നൂറ് പറയുന്നത് പുള്ളീനെ ആരും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല, ആരാണ് നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ നോക്കി നടന്ന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത്. ഷാനവാസ് ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ആരോപണം ആദിലയ്ക്കെതിരെ, ഇതിപ്പം ആദിലെ ഒന്ന് പുറത്താക്കുക, പ്രാങ്ക് ചെയ്യുക എന്ന് പറയുന്ന സീക്രട്ട് ടാസ്ക് മാത്രമായിട്ടാണ് പുള്ളി ഇതിനെ കണ്ടിരുന്നതെങ്കിൽ ആദിലയെ പുള്ളി നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യം അവിടെ ഓരോ ആഴ്ചയും ഇന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറയുന്ന പ്ലാനുമായി എൻ്റെ അടുത്ത് വരും, എന്നിട്ട് ഞാനതിൽ ചിലതെടുക്കും ചിലപ്പോൾ എടുക്കില്ല എന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ചിലപ്പോൾ എടുക്കും എന്ന് പറയുന്നിടത്ത് തന്നെ നിങ്ങളുടെ ഗെയിമർ വീക്കാണെന്നുള്ളത് തുറന്ന് കാണിക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത്. അപ്പോൾ പോലും ആ കുറ്റം ആദിലയുടെ മേർക്കാണ് വെക്കുന്നത്. അതായത് നോമിനേഷൻ പ്ലാനിംഗ് എന്ന് പറയുന്ന പരിപാടി ഞാൻ ചെയ്യാറില്ല, അത് ആദില എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അയാൾ അവതരിപ്പിച്ച് വെക്കുകയാണ്. അതായത് ആദിലയുടെ ക്യാരക്ടറിനെ മോശമായി കാണിക്കാൻ കിട്ടുന്ന അവസരത്തിനെ ഏറ്റവും ഗംഭീരമായി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ഒറ്റ ഉദ്ദേശമേ ഷാനവാസ് കെക്ക് ആ ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിനെ ഗെയിമായി ആ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സീക്രട്ട് ടാസ്ക് കുളമാക്കിയതാണ്, ലാലേട്ടൻ്റെ വായിരിക്കണം മുഴുവൻ കേട്ടു, അപ്പോൾ ഈ ആഴ്ച സീക്രട്ട് ടാസ്ക് ഗംഭീരമാക്കണം. ടാസ്ക് എന്താണ് എന്നുള്ളത് കേട്ട് നോക്കുമ്പോൾ ഒരാളെ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്താക്കണം. അപ്പോൾ ബഹുഭൂരിപക്ഷം വോട്ടുകൾ കിട്ടിയാലേ അയാൾ പുറത്തേക്ക് പോകുള്ളൂ, നമ്മൾ ടാർഗറ്റ് ചെയ്ത ആൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ഈ എഫേർട്ട് ഇട്ട് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഈസി ടാർഗറ്റുകൾ എടുക്കാമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, അനുമോളെ പുള്ളി ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ ആദിലയും നൂറയും വിളിച്ച് വെറുതെ പറഞ്ഞാലും മതി. ആദിലയും നൂറയും അവസരം കിട്ടിയാൽ അനുമോളെയും നോമിനേറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫേക്ക് എവിക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് കൂടി അവിടെ ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ ഈ പറയുന്ന അക്ബറും ആര്യനും നെവിനും ഒക്കെ അത് ഗെയിമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരാണ്. അപ്പോൾ ഷാനവാസിൻ്റെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അനുമോളോ അനീഷോ ഒക്കെ ആയിരുന്നു. അതൊക്കെയും
പരിഗണിക്കാതെ അല്ലെങ്കിൽ ഇതിലൊരു ഗെയിമിൻ്റെ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ അയാൾ ആദിലയിലേക്ക് പോകുന്നത് പേഴ്സണൽ ഗ്രഡ്ജ് അയാളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ആദില എവിക്റ്റ് ആയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും ഷാനവാസ് പറയും എന്നാണല്ലോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. ആ സമയത്ത് ഷാനവാസ്കയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറയാണ്. അനീഷ് പറഞ്ഞത് മനസ്സിൽ വേണം, നിനക്ക് വളരെ ഈസി ആയിട്ട് കരയാനൊക്കെ പറ്റുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് ഞാൻ ഭയങ്കര ആക്ടറാണ് എന്നൊക്കെ മുമ്പ് തള്ളിയിട്ടുള്ളതാണ്. എന്തായാലും അദ്ദേഹം കണ്ണ് നിറയ്ക്കുന്നു. ആ കണ്ണ് നിറയിൽ കാണുമ്പോഴേക്കും അനിയത്തി കുട്ടികൾ ഫ്ലാറ്റാണ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് പിടിച്ചുകൊണ്ട് അനിയത്തി കുട്ടികൾ ഞങ്ങൾ ഇക്കാൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. ഇതെന്താണെന്നറിയോ, ഈ ദേഷ്യം ഉണ്ടായിരുന്നു അവർക്കിടയിൽ. ദേഷ്യം, ഇത് ഗെയിമായിരുന്നില്ല, ഇതിൽ പേഴ്സണൽ ഇഷ്ടങ്ങളൊന്നുമില്ല, അവനവൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടായ ഒരു ടീമാണ്. ആ ടീമിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ദേഷ്യമാണ് ഉണ്ടാവുക. ഈ ദേഷ്യത്തിന് ഈ ആക്ട് കഴിയുമ്പോഴേക്കും പിണക്കമായ ആളുകൾ ചിന്തിക്കും, അല്ലെങ്കിൽ അവർ ചിന്തിക്കും. പിണക്കമാവാൻ വളരെ എളുപ്പമാണ്. ഷാനവാസ്ക ഇപ്പോൾ ആദിലെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മിയും സാബു ഇരിക്കുമ്പോഴാണെങ്കിലും ആര്യനോടൊക്കെ ആണെങ്കിലും ഇയാൾ പറയുന്ന റീസൺസിൽ നമുക്കിതിൻ്റെ ഭയങ്കര എലമെൻറ്റ് കാണാൻ പറ്റും. ഞാൻ അവരെ എൻ്റെ നെഞ്ചിൽ കൊണ്ടു കിടന്ന കുട്ടികളാണ്, ഞാൻ അങ്ങനെ കൊണ്ടു കിടക്കായിരുന്നു, സ്നേഹിച്ചാൽ ഞാൻ എൻ്റെ ചങ്ക് പറിച്ചു കൊടുക്കും, അപ്പോൾ സ്നേഹിച്ചില്ലെങ്കിലോ ചങ്ക് വെട്ടി ഞാൻ കൊല്ലും എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഷാനവാസ്ക ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ചങ്ക് പറിച്ചു കൊടുക്കുന്നത് പോലെ ഒരാളോടൊരു സ്നേഹമുണ്ടെങ്കിൽ അയാളിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടോ അകന്ന് നിൽക്കുമ്പോൾ അയാളെ ഇല്ലാണ്ടാക്കുക, അയാളുടെ ക്യാരക്ടറിനെ മോശമായി ചിത്രീകരിക്കുക, ഇതൊക്കെയാണോ സ്നേഹമുള്ള ആൾക്കാർ ചെയ്യുന്നത്? ഇതൊന്നുമല്ല ഷാനവാസ്ക അവിടെ ചെയ്യുന്നത്. ഷാനവാസ്ക ആക്ച്വലി എനിക്ക് ഉപകാരമുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് മാത്രം അംഗീകരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും സപ്പോർട്ടായിട്ട് ചെയ്തു തരാം. പക്ഷേ അപ്പോൾ പോലും എൻ്റെ നിലനിൽപ്പ് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടേ ഞാൻ ചെയ്തു തരുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളെ അളക്കും. ഇനിയിപ്പോൾ അല്ലാത്ത പക്ഷം എന്നല്ല, അല്ലെങ്കിലും അളക്കും. അദ്ദേഹം അനുമോളോട് 74-ാം ദിവസം രാത്രി പറയുന്ന ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിലും ഇത്ര വാശിയൊന്നും നല്ലതല്ല പെൺകുട്ടികൾക്ക് എന്നുള്ളത്. അവിടെ ആദിലെ മാത്രമല്ല മുഴുവൻ പെൺകുട്ടികളെയും പുള്ളി അളക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ അത് ഈ സ്കെയിലിനുള്ളിൽ നിൽക്കണം. അതിനപ്പുറം പോകുന്നതൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അത് പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല. പെൺകുട്ടികളാവുമ്പോൾ ഇത്ര ഇറക്കമുള്ള വസ്ത്രം ധരിക്കണം, അത് ജിസൈലിന് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഓരോ ആളുകൾക്കും പുള്ളി ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി ഗേൾസിന്. ആ സ്കെയിലിനുള്ളിൽ നിൽക്കാത്ത മുഴുവൻ ആളുകളെയും ജഡ്ജ് ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു പ്രത്യേകതരം ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ ഷാനവാസ്കയ്ക്ക്. നമ്മൾ മൊത്തത്തിൽ ഈ സീക്രട്ട് ടാസ്കിനെ നോക്കുമ്പോൾ ഇത് ഷാനവാസ്കയ്ക്ക് കിട്ടിയ ഒരു ഓണം ബമ്പറാണ്. അത് പുള്ളിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആദിലോടുണ്ടായിരുന്ന ആ ഗ്രഡ്ജ്, ദേഷ്യം, ഇതൊക്കെ പ്രകടിപ്പിക്കാൻ ഒരു അവസരം കിട്ടി. ലാസ്റ്റ് വീക്ക് ഈ സീക്രട്ട് ടാസ്ക് കുളമാക്കിയതിൻ്റെ പേരിൽ ചീത്ത മുഴുവൻ കേട്ടു. പക്ഷേ ഈ ആഴ്ച ഒരു സീക്രട്ട് ടാസ്ക് ഷാനവാസ്ക ഫ്രണ്ടിൽ നിന്ന് വിജയിപ്പിച്ചെടുത്തു. ബിഗ് ബോസിനെ കൊണ്ട് ഗംഭീരം ഷാനവാസ് എന്ന് പറയിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആത്മാഭിമാനം ഒരു സൈഡിൽ. ആദിലെ യാത്ര പറയാൻ നേരം ഷെയ്ക്ക് ഹാൻഡുമായി വന്ന സമയത്ത് പോക്കറ്റിൽ കൈയിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട വകയിൽ ഷാനവാസ്കയ്ക്ക് ഒരു ഉൾപ്പുളകം കിട്ടിയിട്ടുണ്ടാവും. നോമിനേഷൻ്റെ സമയത്ത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാനുള്ളൊരു അവസരം, ബാക്കിയുള്ളവരുടെ അടുത്ത് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുള്ള അവസരം. അപ്പം ഞാൻ വിചാരിച്ചാലും എല്ലാവരെയും എനിക്ക് വളച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ഇതെല്ലാം പോരാഞ്ഞ് ടാസ്ക് തീരുമ്പോഴേക്കും വെണ്ണില കൊമ്പിൽ നിന്ന് പാറിപ്പോയ 2 രാപ്പാടികളും തിരിച്ചെത്തി അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു എന്നുള്ളത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇത് ഷാനവാസ്കയ്ക്ക് ഒരു വലിയ ലോട്ടറിയാണ്. പക്ഷേ ആദ്യ ആഴ്ച മുതൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അക്ബറാണ് കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു നടക്കുമായിരുന്നു. ഈ സീക്രട്ട് ടാസ്ക് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റിയത് അക്ബർ കാരണം മാത്രമാണ് എന്നുള്ളത്. അങ്ങനെ ഷാനവാസ്ക ആരോപിച്ചിട്ടുള്ള കാര്യത്തിന് ഇന്ന് ആദ്യമായി ഒരു ഉദാഹരണം കിട്ടി. അക്ബർ കാരണം അവിടെ ഷാനവാസ്കയ്ക്ക് ഒരു സംഭവം കിട്ടി. പക്ഷേ ഷാനവാസ്ക അത് പറയൂല. എസ്പെഷ്യലി ലാലേട്ടൻ്റെ മുമ്പിൽ അത് പറയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അക്ബറാണ് അതിന് കാരണമെന്ന്. അത് എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും ഉപയോഗിച്ച് ഞാൻ ഓടി നടന്ന എല്ലാവരെയും കൺവിൻസ് ചെയ്തു, 10 മിനിറ്റ് കൊണ്ട് കൺവിൻസ് ചെയ്തു എന്നൊക്കെ ആ മനുഷ്യൻ ആ പിള്ളേരുടെ അടുത്തിരുന്ന് തള്ളുന്നുണ്ടായിരുന്നു. അവരായതുകൊണ്ട് അത് വിശ്വസിക്കുകയും ചെയ്തു. ഷാനവാസ് അങ്ങനെ മന്നവേന്ദ്ര വിളങ്ങുന്ന നിൻമുഖം എന്ന് പറഞ്ഞ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടെ ചെന്ന് അനീഷ് പ്രേക്ഷകരെയും ഷാനവാസിനെയും ഒരുപോലെ വെറുപ്പിക്കുന്നത്. നീ എന്നെ ഗ്രൂപ്പിൽ കൂട്ടിയില്ല, എന്നെ ഗെയിമിൽ കളിപ്പിച്ചില്ല, ഞാൻ ഇനി നിൻ്റെ കൂടെ ഇല്ല, ഞാൻ നിന്നെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു ഒറ്റപ്പെടൽ നമ്പർ ഇടുന്നുണ്ട്. ഒറ്റപ്പെട്ട് പുള്ളി ഇനി ചൊവ്വേ പോയാൽ പോലും 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിൽ പുള്ളി ഒറ്റപ്പെട്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ക്യൂ നിന്ന് പറയേണ്ടി വരും അനീഷ് അത് വിശ്വസിക്കാൻ. അത്രയും പുള്ളി അത് ഉള്ളിലേക്ക് എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. അതിനൊരു മാറ്റം വരേണ്ടത് അഭികാമ്യമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കണ്ട് മടുത്ത് വെറുത്ത്. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 74-ാം ദിവസം നടന്ന ജയിൽ ടാസ്ക്കാണ്. ആ ജയിൽ ടാസ്കിൽ വീണ്ടും അനീഷ് ജയിലിലേക്ക് പോവാണ് 4ാം തവണ അടുപ്പിച്ച്. അങ്ങനെ പോകുന്ന സമയത്ത് അനീഷ് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് ഒരു നാടകം കളിയൊക്കെ ഉണ്ട്. എന്തിനാണ് ബിഗ് ബോസ് പറയൂ എന്നെ എന്തിനാണ് ഇവരൊക്കെ നോമിനേറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനത് ചെന്ന് കുളമാക്കി കൊടുക്കുന്നുണ്ട്. അത് അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം അനീഷ് അക്ബറിനെ എടുത്ത് കാണിച്ചത് വളരെ ഫിസിക്കൽ
അഗ്രഷനുള്ള ഒരു ടാസ്ക്കാണ് അയാളുടെ കൈ കയറി കടിക്കുക എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഷാനവാസിൻ്റെ കൈ കടിച്ചിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അനീഷിനുണ്ട്. അനീഷിനെ ഈ 2 ഇൻസിഡൻറ്റും വെച്ച് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ക്യാമറയിൽ കാണില്ലെന്നാണെങ്കിൽ ആക്രമിക്കാനുള്ള ഒരു ടെൻഡൻസി, അന്ന് ഷാനവാസിൻ്റെ കൈ കടിക്കുന്ന സമയത്ത് പുതപ്പൊക്കെ മൂടിയിട്ടാണ് ഈ കടിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടില്ല ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും വിശ്വസിക്കും, കാര്യം ക്യാമറയിൽ ഇത് പതിഞ്ഞിട്ടില്ല. അതേപോലെ ഈ പാവക്കുട്ടി ഒഴുകി വരുന്ന ടാസ്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ക്യാമറ കാണാനുള്ളൊരു സാധ്യതയില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ് എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇയാൾ കടിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് ക്യാമറയിൽ പതിഞ്ഞു, അക്ബർ തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ അറ്റാക്ക് ചെയ്യുന്നൊരു രീതി അനീഷിന് ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ച് പോവുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ ബിഗ് ബോസിൻ്റെ അടുത്ത് എന്നെ ജയിലിലേക്ക് അയച്ചത് എന്തിനാണ് ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ ഈ കാരണം പുള്ളി മനഃപൂർവ്വം പറയുന്നില്ല. മറ്റൊരു ശ്രദ്ധേയമായ ജയിൽ നോമിനേഷൻ എന്ന് പറയുന്നത് അത് അനുമോളാണ്. ആകെ 10 പേരാണ് അവിടെ ഉള്ളത്. അതിൽ 9 പേര് അനുമോൾ ഒഴികെയുള്ള സകല ആളുകളും അനുമോൾക്ക് ജയിലിൽ പോകാനുള്ളൊരു നോമിനേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അതിൽ നെവിൻ വന്ന് അയാളുടെ റീസൺ പറയുന്നത് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു വുമൺ കാർഡ് ഇറക്കാനുള്ള അവരുടെ ശ്രമത്തിനെ നെവിൻ അതിഭീകരമായിട്ട് വിമർശിക്കുന്നുണ്ട്. നെവിൻ മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവരും വിമർശിക്കുന്നുണ്ട്. അതിൽ ലക്ഷ്മി പറയുന്ന കാരണങ്ങൾ, ഒരു സ്ത്രീ എന്ന് പറയുന്ന പരിഗണനയെ മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് അനുമോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അക്ബറിനെ കുറിച്ച് അവർ ആ ടാസ്കിനിടയിൽ പറഞ്ഞ ബസ്സിൽ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു, അങ്ങനെയൊക്കെ മുട്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആ പരാമർശം അത് മ്ലേച്ഛമായിരുന്നു എന്നുള്ളത് ലക്ഷ്മി ആ വേർഡ് വളരെയധികം ശ്രദ്ധിക്കണം. അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമാണ് അനുമോൾ അവിടെ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ നോമിനേഷൻ്റെ സമയത്ത് അനുമോൾക്ക് കാര്യമായ ചിന്താശേഷിയൊന്നും ഇല്ല എന്ന് പറയുന്ന കാര്യവും ലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ലക്ഷ്മി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷാനവാസും അനുമോളും തമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ലക്ഷ്മി ഒനിലിൻ്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ചെയ്തതല്ലേ എന്ന് അവർക്ക് എന്നെ പറയാൻ എന്ത് യോഗ്യത എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കമൻറ്റ് ബോക്സുകളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ലക്ഷ്മിക്ക് അനുമോളെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ എന്ത് അർഹത എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ലക്ഷ്മി അങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവരുടെ ഭാഗത്തുണ്ടായത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അവർ സ്വയം സോറി പറഞ്ഞു. ലാലേട്ടൻ വന്നത് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം ഒനീലിനോടും പിന്നീട് ഒനീലിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം ഒനീലിൻ്റെ അമ്മയോടുമൊക്കെ മാപ്പ് പറയാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ്, സ്വയം തിരുത്തിയിട്ടുള്ള ഒരാളാണ്. പിന്നീട് ഒരിക്കൽ പോലും അവർ അത്തരം കാര്യങ്ങൾ ആവർത്തിച്ചിട്ടില്ല. അങ്ങനെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്ന, ആവർത്തിക്കാതിരിക്കുന്ന, മാപ്പ് ചോദിക്കുന്ന, പശ്ചാത്തപിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ് അനുമോളുടെ ഇത്രയും മോശമായിട്ടുള്ള ബിഗ് ബോസ് തുടങ്ങി ഇന്ന് ഈ നിമിഷം വരെയുള്ള അക്ബറിനെയോ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ അറ്റാക്കിനെ ചൂണ്ടിക്കാണിക്കാനുള്ള അവകാശം ലക്ഷ്മി എന്തുകൊണ്ടും അർഹയാണ്. സാബുമാൻ അനുമോളൊരു ഫേക്ക് നന്മപരമാണ് കളിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അത് ആദിലയും നൂറയും അടക്കം എല്ലാവരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അനുമോളുടെ ഫാൻസിനെ ഒഴിച്ച് ലോകത്ത് എല്ലാവർക്കും അത് മനസ്സിലായി. ആ ഒരു നോമിനേഷൻ കലിപ്പുണ്ടല്ലോ, അത് അവിടെ വെച്ച് തന്നെ അനുമോൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നീട് ജയിലിലേക്ക് കയറുന്ന സമയത്തും സാബുമാനോട് അവർ സംസാരിക്കുന്ന ഭാഷയിലൊക്കെ കുറച്ച് ഈ പറയുന്നൊരു ദേഷ്യത്തിൻ്റെ എലമെൻറ്റ് മിക്കവാറും അനുമോൾ വിചാരിച്ചിട്ടുണ്ടാവും. സാബുമാൻ എന്ന് പറയുന്നത് എളുപ്പത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരാളാണല്ലോ, അവർ നോക്കുമ്പോഴും നമ്മൾ നോക്കുമ്പോഴും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാബുമാനെ വളരെ എളുപ്പത്തിൽ പോക്കറ്റിലാക്കാം എന്നവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ സാബുമാൻ കൃത്യമായി കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആദിലെ നൂറെ മാറിയിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അനുമോളെ കുറ്റം പറഞ്ഞാൽ അനുമോൾക്ക് പറ്റൂല, അല്ലെങ്കിൽ തെറ്റ് തിരുത്തണം എന്നാവശ്യപ്പെട്ട അനുമോൾക്ക് പറ്റൂല, അപ്പോൾ അവൾ ഉഗ്രരൂപിണിയാവും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും സാബുമാൻ തൻ്റെ ട്രാക്കിൽ വന്നിട്ടുമില്ല, തന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അവൻ അത്രക്കായോ എന്നുള്ള രീതിയിൽ. അപ്പോൾ സാബുമാൻ ജയിലിലേക്ക് ഇവർ കയറുന്നതിന് മുമ്പ് കുപ്പിയൊന്നും അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനുമോൾ അതിനെ എതിർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് നീ ഓരോന്ന് ചെയ്യുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ടും പോരാഞ്ഞ് എന്നെ നീ എന്ന് വിളിക്കണ്ട, അനുമോൾ എന്ന് വിളിച്ചാൽ മതി എന്ന് സാബുമാനോട് പറയുന്നു. സാബുമാൻ അതിന് യാതൊരു പ്രതികരണവും കൊടുക്കാൻ നിന്നില്ല. അനുമോൾ എന്ന് വിളിച്ചിട്ട് തന്നെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് അക്ബറിൻ്റെ നോമിനേഷൻ വരുന്നത്. അക്ബർ അങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി, അഭിമാനം തോന്നി. ഒരു പക്ഷേ കുറച്ചും കൂടി നേരത്തെ ആകേണ്ടിയിരുന്നു എന്നും നമുക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയേറെ ആക്രമണങ്ങൾ അനുമോൾ എന്ന് പറയുന്ന ഒരൊറ്റ കണ്ടസ്റ്റൻറ്റിൽ നിന്ന് അക്ബർ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഒരുപാട് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ, ഇപ്പോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കാൻ ശ്രമിക്കുന്നത് അനീഷും അനുമോളും ഒക്കെ ആണെങ്കിലും ആ സ്ട്രാറ്റജി എടുക്കാണ്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ ചെന്നിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരാൾ അക്ബറേ ഉള്ളൂ എന്നാണ് നമുക്ക് പല സിറ്റുവേഷൻസിലും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഈ മോശം കാര്യങ്ങളെ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്ബർ ഒത്തിരി സമയമെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ 1 hour എപ്പിസോഡിലേക്ക് വരുമ്പോൾ കുറച്ച് ട്രിം ചെയ്തോന്ന് തോന്നിപ്പോയി. കാര്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് അയച്ചു കിട്ടിയിട്ടുള്ള ചില റീലുകളിൽ കുറേ കൂടി ഉണ്ടായിരുന്നു. അക്ബറിൻ്റെ സംസാരത്തിൽ അനീഷും അനുമോളും ഒക്കെ ഒരമ്മ പറ്റിയിട്ടുള്ള ഒരുപാട് വിഷം ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ആളുകളാണ് എന്നുള്ള ഒരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം അയാൾ പറയുന്നതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാവുന്നൊരു കാര്യം, അനുമോളോട് അയാൾ മാപ്പ് പറഞ്ഞേനെ, അതായത് അയാളുടെ ബോഡി വെയിറ്റ് ഒക്കെ വന്ന് വീണതിൻ്റെ ഭാഗമായി അനുമോൾക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുള്ളതിന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാകുമായിരുന്നു.
പക്ഷേ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെക്കുറിച്ചും പറയാൻ പറ്റുന്ന ഏറ്റവും മോശം വാക്കുകൾ പറഞ്ഞുകൊണ്ട് ക്യാരക്ടറിനെ ഇത്രയും മോശമായി സംസാരിച്ചതിന് അനുമോൾ ആദ്യം മാപ്പ് പറയണം. അയാൾ അങ്ങനെ ഒരു മാപ്പ് പറച്ചിൽ ഡിസേർവ് ചെയ്യുന്നുണ്ട് അനുമോളുടെ ഭാഗത്തുനിന്ന്. കാരണം അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള പറച്ചിൽ മുതൽ ഇങ്ങോട്ടേക്ക് അക്ബറിനെ തേജോവധം ചെയ്യുന്ന അത്രയും അധികം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ള ആളാണ് അനുമോൾ എന്ന് പറയുന്നത്. പക്ഷേ അനുമോൾ മാപ്പ് പറയില്ല. അനുമോളുടെ ഒരു ക്യാരക്ടറിൽ അതില്ല. അത് നോ ഉളുപ്പിൻ നൈജീരിയ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവം അനുമോളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്ന് അയാൾക്ക് നീതി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഒരു നീതി ഉറപ്പായും അയാൾക്ക് കിട്ടും. കാര്യം നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഈ വീക്കെൻഡിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് തീർച്ചയായും കാണാൻ അതിയായ ആഗ്രഹമുണ്ട്. കാരണം മസ്താനി ഒനീലിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മസ്താനി പറഞ്ഞിരുന്നത് എനിക്കൊരു സംശയമാണുള്ളത്, അത് നമുക്കൊന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ലക്ഷ്മിയാണ് അവിടെ പൊട്ടിത്തെറിച്ച് പോകുന്നത്. അത് ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. അവർ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, അത് ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞ മസ്താനിയെ ഇത്രയധികം റോസ്റ്റ് ചെയ്ത, ഇത്രയും രോഷാകുലനായി സംസാരിച്ചിട്ടുള്ള ലാലേട്ടൻ ഇവൻ്റെ നിപ്പ് ശരിയല്ല, അവൻ ബസ്സിലൊക്കെ നിൽക്കുന്ന പോലെ എൻ്റെ പുറകിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബസ്സിൽ അവനിങ്ങനെ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന പോലെ നിന്നു എന്നല്ലല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ അരിഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ, അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ അക്ബറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അനുമോളോട് ലാലേട്ടൻ എങ്ങനെയായിരിക്കും? അനുമോളിവിടെ സംശയമൊന്നുമല്ല പറയുന്നത്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അക്ബർ നീ ഒന്ന് മാറി നിൽക്കുക, എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാ എന്ന് പറയുന്ന അങ്ങനെ ഒന്നുമല്ല. ഇത് അയാളെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഫാൻസിനെ ആക്രമിക്കാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറായിരുന്നു. അതിനെ ലാലേട്ടൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയായും അറിയാൻ ആഗ്രഹമുണ്ട്. അതിനെയൊക്കെ വളരെ സോഫ്റ്റായി എന്താ അനുമോളെ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള രീതിയിലാണ് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ 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 മോശമാണ്. അനുമോൾ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ജയിൽ നോമിനേഷന് വേണ്ടി വന്ന സമയത്ത് അവർ വീണ്ടും കരഞ്ഞുകൊണ്ടുള്ള കുറച്ച് പെർഫോമൻസുകളൊക്കെ എടുത്ത് പുറത്തിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള ആർക്കും അതൊരു വിഷയമല്ല. നെവിനെ കരഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുമ്പോൾ നെവിനിരുന്ന് ചിരിക്കുകയാണ്. അക്ബറിനെ നോമിനേറ്റ് ചെയ്യുമ്പോഴും ഇവർ ഈ കരച്ചിൽ തന്നെ എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ സോറി പറയുന്നില്ല. അക്ബറിനെ, അയാളുടെ ക്യാരക്ടറിനെ മോശമായി കാണിക്കുക എന്ന് പറയുന്ന കാര്യം, അത് നെവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നെവിൻ ഏതാണ്ട് പാൻറ്റിൻ്റെ അകത്തേക്ക് കൈയിട്ട് ആ പാവയെ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നെവിൻ തിരിച്ചു കൊടുക്കുമ്പോൾ വളരെ അസലായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇത് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ഞാൻ എങ്ങനെ എന്നെ പ്രസൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അമ്മയെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് സെൻറ്റി അടിച്ചുകൊണ്ടിരുന്ന അനുമോളാണ് ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മൂമ്മേനെ പോയി പറയാമെന്നൊക്കെ വന്ന് പറയുന്നത്. അതൊരു നാടകമാണ് എന്നുള്ള രീതിയിൽ അയാൾ പൊളിച്ചടുക്കി കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ നോമിനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഷാനവാസൊക്കെയും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനിടയിൽ എന്തിനാണ് അനീഷിനെ ഇവരെല്ലാവരും ഇങ്ങനെ ജയിലിലേക്ക് അയച്ചത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് അനുമോൾ ചോദിക്കുന്നത് അനുമോളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് വിചാരിക്കാം. പക്ഷേ ഷാനവാസ് ഇതെങ്ങനെയാണ് ചോദിക്കുക? കാര്യം അക്ബർ തൻ്റെ കയ്യിൽ കടിച്ചു അനീഷ് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഷാനവാസ്ക നിങ്ങൾ മുഖത്തേക്ക് നോക്ക്, എന്നിട്ട് പറ നിങ്ങൾ കണ്ടില്ലേ എന്നെ കടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് യെസ് എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ അസോൾട്ടാണ് മാൻ. അതിൻ്റെ പേരിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്ത അക്ബറിനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇയാൾ ചോദിക്കുന്നത് എന്തിനാണ് അനീഷിനെ എല്ലാവരും ജയിലിലേക്ക് അയക്കുന്നതെന്ന്. അനുമോളെക്കുറിച്ച് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. ആ കോൺവെർസേഷനിൽ ഏറ്റവും രസമുള്ള കാര്യം പിന്നെ വരുന്നതേ ഉള്ളൂ. എല്ലാവരും ആര്യനെ നോമിനേറ്റ് ചെയ്യുമെന്ന് കരുതിയാണ് ഇരുന്നത് എന്ന് അനുമോൾ ഷാനവാസിനോട് പറയുന്നുണ്ട്. പക്ഷേ അനുമോൾ ആര്യനെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ഷാനവാസ് ആ സമയത്ത് അനുമോളോട് പറയുന്നത് ഒരു സൈലൻറ്റ് ഗ്രൂപ്പ് ഫോമായി വരുന്നുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഷാനവാസ്കയുടെ പേടി അതാണല്ലോ, എപ്പോഴും ഒരു സൈലൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഷാനവാസ്കേനെ ടാർഗറ്റ് ചെയ്യുമായിരിക്കും. കാരണം പുള്ളീനെ തോപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് കപ്പടിക്കാൻ പറ്റുള്ളല്ലോ. ആ ഒരു രീതിയിലുള്ളൊരു ടോക്ക് വീണ്ടും അദ്ദേഹം എടുത്തിടുകയാണ്. അതിനുശേഷം അവിടെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷൻ പരിപാടികളായിരുന്നു. അതിൽ അക്ബർ 3 വോട്ട് നേടിയിട്ടുണ്ട്, ആര്യൻ 6 വോട്ട് നേടിയിട്ടുണ്ട്, നെവിൻ 7 വോട്ട് നേടിയിട്ടുണ്ട്. ഇവരിൽ ആര് ക്യാപ്റ്റൻ ആയാലും നല്ലതാണ്. കാര്യം ഇവർ 3 പേര് നല്ല പ്ലെയേഴ്സ് ആണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അവർക്ക് ഒരാഴ്ചയും കൂടി ഈ പറയുന്ന നോമിനേഷൻ മുക്തി കിട്ടുന്ന ഒരു ക്യാപ്റ്റൻസി അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നല്ലൊരു പ്ലെയർ കുറച്ച് ദിവസം എക്സ്ട്രാ അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ലാലേട്ടൻ ഈ വീക്കെൻഡിൽ വന്നിട്ട് ആരെയൊക്കെ എവിക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. കാരണം നമുക്കിവിടെ ഈ ഒന്നിനെയും ഭയക്കാതെ ഇമേജ് കോൺഷ്യസ് ആവാതെ ഞാൻ കളിക്കാനാവുന്നു, ഞാൻ കളിക്കും എന്ന് പറയുന്ന അങ്ങനത്തെ സ്ട്രോങ് പ്ലെയേഴ്സിനെ കാണുമ്പോഴാണ് ഇതൊരു ഗെയിമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സംഭവിക്കുന്നത്. നെവിൻ തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ലക്ഷ്മിയൊക്കെ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട് അവളുടെ PR ഒക്കെ എന്നെ തിരിച്ചടിച്ചാലും കുഴപ്പമില്ല, അവളുടെ PR കാരണം ഞാൻ ഇവിടുന്ന് പുറത്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കളിച്ചിരിക്കും എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള പ്ലെയേഴ്സ് ഇവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് 75-ാം ദിവസം നടക്കുന്ന സീക്രട്ട് ടാസ്ക് ഉണ്ട്. സീക്രട്ട് ടാസ്ക് ഗംഭീരമായി പൂർത്തിയാക്കി എന്നുള്ള ഒരു മെസ്സേജ് ഷാനവാസിന് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രാപ്പാടികൾ 2 വെണ്ണില കൊമ്പിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സന്തോഷം. ഈ സീക്രട്ട് ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ ഇടയിലാണ് ആര്യന് നല്ല ബുദ്ധി ഉണ്ടല്ലോ എന്ന് പറയുന്ന ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ പല ടാസ്കിലും അയാൾ ആ ബുദ്ധി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് വളരെ ഇമ്മച്ചുവറായി പെരുമാറുമ്പോൾ ഇയാളെന്ത് ഇങ്ങനെ എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഷാനവാസ് ആദിലെയാണ്
ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയുന്ന സമയത്ത് എന്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അയാൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അയാൾ ചോദിക്കുന്ന ഭയങ്കര രസമുള്ളൊരു ചോദ്യം, ഇത് വേറൊരാളെ എവിക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഷാനവാസ് എവിക്റ്റ് ആയി പോവും എന്നൊരു ടാസ്ക് അല്ല എന്നുള്ളത് ഞങ്ങളെങ്ങനെ അറിയുന്നുള്ള രീതിയിലൊരു ചോദ്യം അയാൾ ചോദിക്കുന്നുണ്ട്. അത് എന്തൊരു ചിന്തയാണ്, അയാൾ ഏതൊക്കെ ആംഗിളിലാണ് ഒരു ഗെയിം കയ്യിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും. ആര്യൻ ഇങ്ങനെ തിരിച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് തോന്നാനിടയുണ്ട് ഇത് തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച ഷാനവാസ് ഖാൻ ചെയ്തത് എന്നുള്ളത്. പക്ഷേ അതിൽ ഡിഫറൻസ് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആര്യൻ ഓൾറെഡി അക്ബറിനോട് പറഞ്ഞു, അക്ബറെ നീ പറഞ്ഞതിൽ ഞാൻ കൺവിൻസ് ആണ്, ഞാൻ ഈ ഗെയിം കളിക്കും എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിനെ ഒറ്റ കൊടുക്കില്ല, ഈ ഗെയിമിനെ നശിപ്പിക്കില്ല എന്നുള്ള വാക്ക് കൊടുത്തതിന് ശേഷം അയാൾ സംശയങ്ങൾ ക്ലാരിഫൈ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ അയാൾ വേറൊരു വാലിഡ് പോയിൻറ്റും കൂടി വെക്കുന്നുണ്ട്. ഇയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്കൊരു 6 പേർക്ക് കൂടിയിട്ട് വേറൊരാളെ എവിക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെയും ഈ ഗെയിമിനെ ഗെയിമായി കാണുന്നതുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഷാനവാസ് ഖാൻ ഇതിനൊരു ഗെയിമായി കണ്ടിട്ടില്ലാതിരുന്നത് കൊണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്നൊന്നും ഷാനവാസ് ഖാൻ പ്രതീക്ഷയില്ല. കാരണം ബിഗ് ബോസ് ആരെ ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ആദിലാന്ന് പറയാൻ അദ്ദേഹം എടുത്ത സമയമുണ്ടല്ലോ, കുറച്ച് സമയം, അതിനേക്കാൾ സമയം എടുക്കുന്നുണ്ട് ആര്യൻ്റെ പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ പുള്ളി വിറയ്ക്കുന്നതിലൊക്കെ അല്ലെങ്കിൽ പുള്ളി ഒന്ന് ടെൻസ്ഡ് ആവുന്നതിലൊക്കെ നമുക്കിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇത്രയും ബുദ്ധിയുള്ള ആര്യൻ കുറച്ചും കൂടി അതിനെ നല്ലോണം പരിപോഷിപ്പിച്ച് ചില ഗെയിം സ്ട്രാറ്റജികളിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണെന്ന് ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ തോന്നി. മാത്രമല്ല ഷാനവാസ്ക്ക് എന്തുകൊണ്ടായിരിക്കും അക്ബറിനെ ചൂസ് ചെയ്ത്, ആര്യനെ സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു, അക്ബറിനെ സെലക്ട് ചെയ്യായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആര്യനെ പെട്ടെന്നൊന്നും കംപ്ലീറ്റ്ലി വലയിലാക്കാൻ പറ്റില്ല, വിശ്വസിപ്പിച്ച് ഇങ്ങനെ കൂടെ നിർത്താൻ പറ്റില്ല. അക്ബറിൻ്റെ അടുത്ത് ഒരു സോറിയൊക്കെ പറഞ്ഞ് സാരമില്ലടോ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നീ എൻ്റെ കൂടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ പെട്ടെന്ന് അതിലേക്ക് വരും. ആര്യനെ അങ്ങനെ കിട്ടില്ല. ഈ ആദില എവിക്റ്റ് ആവുന്നു എന്നറിയുന്ന സമയത്ത് നൂറയുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ പുള്ളി അങ്ങനെ കരയുന്നൊന്നുമില്ല. ഞാൻ കരയില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആദില പോകുന്നില്ല എന്ന് അറിയുമ്പോഴാണ് നൂറ കരയുന്നത്. അതുവരെ ആദില സെൻഡ് ആവുന്ന സമയത്ത് നൂറയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് നമ്മൾ കാണുന്നില്ല. പിന്നീട് ഇവരുടെ ചർച്ചകൾ നമ്മൾ നോക്കുമ്പോഴും ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ബിഗ് ബോസ് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റേ പണപ്പെട്ടി കാണിക്കുമല്ലോ, ഈ പണവും എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന്. അപ്പം നല്ലൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും എടുത്ത് പോകാം എന്ന് പറയുന്ന ആ ആറ്റിറ്റ്യൂഡിൽ അത്രയും ഇമ്പോർട്ടൻസ് അവരിപ്പോൾ ഇതിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അവരുടെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഇത് മാത്രമല്ല, കൂടിപ്പോയൊരു 4 ആഴ്ച വെറും 25 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആദിലയോ നൂറയോ ആരെങ്കിലും ഒരാൾ ഔട്ടായി പോയി കഴിഞ്ഞാലും 2-3 ആഴ്ച കഴിയുമ്പോൾ നേരിട്ട് എന്ന് കാണാമല്ലോ. പിന്നെ ഓൾറെഡി ഇവർ ടൂർ വന്നിരിക്കുന്ന ആറ്റിറ്റ്യൂഡിലാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നൂറയെക്കുറിച്ച് അത് വളരെ പരസ്യമായി അക്ബർ സംസാരിക്കുന്നുമുണ്ട്, നമുക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി ഇനിയിപ്പോൾ ടൂർ കഴിഞ്ഞിട്ട് നൂറ് പുറകെ വരും എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ചിലപ്പോൾ അവർ ആലോചിച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ 2 ദിവസത്തെ കാര്യം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ അനീഷ് അനുമോൾ കോൺവെർസേഷനിൽ മാത്രം 2 പേരും ഒരേ ചീട്ട് തന്നെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ അനുമോൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു, അനീഷ് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു, അത് കഴിഞ്ഞ് അനീഷ് ഒറ്റപ്പെടുന്നു, ഇയാൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പെടൽ കാർഡ് തന്നെ തിരിച്ചു മറിച്ചിട്ടുള്ള അവരുടെ കുറേ കളികൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും തന്നെ ഈ 2 ദിവസം സംഭവിച്ചിട്ടില്ല. നമ്മൾ കാണാൻ കാത്തിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോളെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ അനുമോൾ അക്ബറിനെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അതൊരു പുരുഷൻ സ്ത്രീക്കെതിരെ നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ ഡീൽ ചെയ്യുന്നുണ്ടാവുക? ഇത്രയും നാൾ അങ്ങനെ ഒരു പ്ലെയർ ഈ ഹൗസിൽ തുടരുമായിരുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ അവർ തുടരാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അനുമോളെ ഏറ്റവും കർശനമായിട്ടുള്ള രീതിയിൽ തന്നെ ശിക്ഷിക്കണ്ടേ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് എത്രയോ വാണിങ്ങുകൾ കൊടുത്തു, മാന്യമായി സഭ്യമായി സംസാരിക്കുക, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആളുകളെക്കുറിച്ച് പറഞ്ഞു നടക്കരുത് എന്നൊക്കെയുള്ളത് പറഞ്ഞും പറയാതെയും ഒത്തിരി വാണിങ്ങുകൾ കൊടുത്തതിന് ശേഷം അവരിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനല്ലേ, അയാളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒനീലിന് വേണ്ടി ഇത്രയൊക്കെ ശക്തിയുക്തം വാദിച്ചിട്ടുള്ള ലാലേട്ടന് എന്തുകൊണ്ട് ഇത്രയും തവണ ആവർത്തിച്ച് ഈ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുമോൾക്കെതിരെ ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല? അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റിന് ഈ കണ്ടന്റ് ആവശ്യമാണ്. ഇങ്ങനെ കുറേ അശ്ലീല ചുവയുള്ള കമ്പിളി പുതപ്പും നെവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞരമ്പ് കണ്ടന്റ് ആവശ്യമാണ് ഏഷ്യാനെറ്റിന് എന്നാണ് നമുക്കിതിൽ നിന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പുറത്താക്കിക്കൂടാ? ചില ആൾക്കാർ ചോദിക്കും ഇനിയിപ്പോൾ 4 ആഴ്ചയും കൂടിയല്ലേ ഉള്ളൂ, ഇപ്പോൾ പിടിച്ച് പുറത്താക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അതൊരു നീതി ഉറപ്പാക്കലാണ്. ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് നീതി കിട്ടുന്ന പ്രോസസ്സാണ്. പിന്നെ ലാലേട്ടൻ തന്നെ ചോദിച്ചില്ലേ, PR മാത്രം മതിയോ, ഇവിടെയും നന്നായിട്ട് നിന്ന് കളിച്ചാലല്ലേ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇതിപ്പോൾ ഇതിനകത്ത് ഗെയിമായിട്ട് ഒന്നും തന്നെയില്ല. നെവിൻ ചോദിക്കുന്ന പോലെ ഒരു ഗെയിമിലും അങ്ങനെ വിൻ ചെയ്തതൊന്നും നമ്മൾ കാണുന്നില്ല. ആകെ കാണുന്നത് ഇങ്ങനെ കുറേ വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ വിളിച്ചു പറഞ്ഞ് നടക്കുക, ഡബിൾ മീനിങ്ങുകൾ പറയുക, പുരുഷന്മാരുടെ ശരീരത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുക, പുരുഷത്വത്തെ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ ഓരോരോ മോശം കാര്യങ്ങൾ പറഞ്ഞു നടക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഗെയിമും എടുത്തിട്ടില്ലാത്ത, എന്നാൽ പുറത്ത് ഇത്രയും PR ആക്ടിവിറ്റികൾ നടക്കുന്നത് കൊണ്ട് മാത്രം നിലനിന്ന് പോകുന്ന ഒരു പ്ലെയറിനെ വീണ്ടും തുടരാൻ അനുവദിക്കുമ്പോൾ ഇവിടെ ജയിക്കാൻ PR മാത്രം മതി, നല്ലൊരു ക്യാരക്ടർ പോലും ആവശ്യമില്ല എന്നല്ലേ ബിഗ് ബോസ് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും ഈ ആഴ്ച
വരുന്ന സമയത്ത് ലാലേട്ടൻ കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് നല്ല എനർജറ്റിക്കായി വന്നിട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ നല്ലോണം ചോദ്യം ചെയ്യുന്നത് കാണാനാണ്, കേൾക്കാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും എവിക്റ്റായി പോകുമായിരിക്കും. ഇതുവരെ ഉള്ളൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് നന്നായി ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഔട്ടായി പോവുകയാണെങ്കിൽ അത് കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും നിന്നത്രയും അവർ നന്നായിട്ട് കളിച്ചു, പുറത്തിറങ്ങിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ എന്ന് പറയുന്ന ഒരു ആശംസ കൊടുത്ത് നമുക്ക് അവരെ ഇതുവരെ കൊടുത്ത സ്നേഹം ഇനിയും കൊടുക്കാം. പിന്നെ ഒരു ചെറിയ നന്ദി കൂടി പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഒറ്റപ്പെടൽ കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരും കൂടി ഒരുമിച്ച് ജയിലിൽ പോയിട്ട് ഒരു സീൻ പോലും ജയിലിനകത്തുള്ളത് 1 hour എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ചിലപ്പോൾ ലൈവ് കാണുന്നവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷേ അനുമോളും അനീഷും ജയിലിൽ കിടന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു പരിപാടികളും നമ്മളെ കണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓടിച്ചു വിടാൻ പറ്റില്ല. ഇതിങ്ങളുടെ കരച്ചിൽ കാണാൻ വയ്യ എന്ന് പറഞ്ഞത് ഓടിച്ചു വിടാമെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുകൊണ്ട് എന്തായാലും കണ്ടേ പറ്റുള്ളൂ. എന്തായാലും 1 hour എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല എന്നുള്ളതിന് ബിഗ് ബോസിനോടുള്ള എൻ്റെ അദമ്യമായ നന്ദി ഞാൻ കൂപ്പുകൈകളോടെ, അനീഷിൻ്റെ കൂപ്പുകൈകളോടുകൂടി അവതരിപ്പിക്കുകയാണ്. നന്ദിയുണ്ട് ബിഗ് ബോസ്, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, നമ്മൾ നാളെ മുതൽ യാത്രയിലാണ്. അപ്പോൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും വീഡിയോസ് വരിക. വീഡിയോസ് കൃത്യസമയത്ത് വന്നില്ല എന്ന് വരും, ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, പക്ഷേ വീഡിയോസ് എല്ലാം കൃത്യമായി തന്നെ വരും. ഒന്നും നമ്മൾ ചെയ്യാണ്ടിരിക്കില്ല. ആംബിയൻസ് ഒക്കെ ചിലപ്പോൾ ഒന്ന് മാറും, സൗണ്ടിങ്ങിലും ചെറിയൊരു വ്യത്യാസം, മൈക്ക് മാറുന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മുടെ ചിറ്റ് ഒരു വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ബിഗ് ബോസിന് ശബ്ദം കൊടുക്കുന്ന ആരാണ്, ബിഗ് ബോസിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കരുത്. ബിഗ് ബോസ് അനാലിസിസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. രസകരമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.